CPM ഏറ്റവും കൂടുതൽ വിഭാഗീയത, തമ്മിൽ തല്ല്, കുതികാൽ വെട്ട് എന്നു വേണ്ട എല്ലാ വിധത്തിലുള്ള പാർട്ടിക്ക് ചേരാത്ത തരത്തിലുള്ള പ്രവർത്തികൾ നടക്കുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലാണ് പ്രധാനപ്പെട്ട വമ്പന്മാരൊക്കെ ഉള്ളത്. കണ്ണൂർ കഴിഞ്ഞാൽ ഒരുപക്ഷെ CPMൻ്റെ ഒരു ഈറ്റില്ലമെന്നൊക്കെ അഭിമാനിക്കാവുന്ന ഇടം തന്നെയാണ് ആലപ്പുഴ. ആ ആലപ്പുഴയിലാണ് തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ CPMകാരനായ പ്രസിഡന്റിനെതിരെ രാമങ്കരി പഞ്ചായത്തിൽ CPM അംഗങ്ങൾ തന്നെ കൊണ്ടുവന്ന അവിശ്വാസം പാസ്സായിരിക്കുകയാണ്. 4 CPM അംഗങ്ങളും 4 കോൺഗ്രസ് അംഗങ്ങളും അവിശ്വാസത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു. പ്രസിഡന്റ് രാജേന്ദ്രകുമാറും മറ്റ് 4 CPM അംഗങ്ങളും എതിർത്ത് വോട്ട് ചെയ്തു. അവിശ്വാസം പാസ്സായതോടെ പ്രസിഡന്റ് രാജേന്ദ്രകുമാർ പഞ്ചായത്ത് അംഗത്വം രാജിവെക്കുകയും ചെയ്തു. അതേസമയം അവിശ്വാസം കൊണ്ടുവന്നത് പാർട്ടി അറിഞ്ഞല്ലെന്നും നോട്ടീസ് നൽകിയ അംഗങ്ങൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്ന് CPM ലോക്കൽ കമ്മിറ്റി പറയുന്നുണ്ട്. അവിശ്വാസത്തിൽ വോട്ട് ചെയ്യുന്നത് സംബന്ധിച്ച വിപ്പ് നൽകിയത് ആരെന്നതിനെപ്പറ്റി പ്രാദേശിക നേതാക്കൾ വ്യക്തമായ വിശദീകരണം നൽകിയിട്ടുമില്ല. CPMുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചതായി രാജേന്ദ്രകുമാർ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM കൊടിക്കുന്നിൽ സുരേഷിന് വോട്ട് മറിച്ചെന്ന ആരോപണവും അദ്ദേഹം ഉന്നയിച്ചു. കാരണം മാവേലിക്കര നിയോജക മണ്ഡലത്തിൽ CPIയുടെ സ്ഥാനാർത്ഥിയാണ്. അത് CPIക്കുള്ള മണ്ഡലമാണ്. CPI ജയിക്കണമെന്നൊന്നും CPMകാർ ആഗ്രഹിക്കത്തില്ല. ഇതുതന്നെയാണ് മറ്റ് പലയിടങ്ങളിലും കണ്ടിട്ടുള്ളത്. തിരുവനന്തപുരത്തെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയണ്ട. ഇവിടുത്തെ CPMകാരെല്ലാം തന്നെ തൊട്ടടുത്ത മണ്ഡലമായ ആറ്റിങ്ങലിലേക്കാണ് പോയത്. തൃശ്ശൂരിൽ പിന്നെ അവിടെയും CPM പ്രവർത്തകരില്ലായിരുന്നു സുനിൽകുമാറിന് വേണ്ടി. അവരെല്ലാം തന്നെ ആലത്തൂരിലേക്കും പാലക്കാടേക്കും പോയി എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് വയനാടാണ്. അവിടെ പിന്നെ എഴുതിത്തള്ളി ഇട്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും കുട്ടനാട്ടിലെ CPM വിഭാഗീയതയുടെ ഭാഗമായി ഏറെ നാളായി രാജേന്ദ്രകുമാർ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. ഒട്ടേറെ പ്രവർത്തകർ ഇവിടെ പാർട്ടി വിട്ട് CPIയിൽ ചേരുകയും ചെയ്തിട്ടുണ്ട്. പണ്ടേ ഉണ്ട് ഈ CPMലെ പലരും CPIയിലേക്ക് പോയിട്ടുള്ള കഥ. TJ ആഞ്ചലോസിൻ്റെ കാര്യവും നമുക്കറിയാവുന്നതാണ്. രാജേന്ദ്രകുമാറും CPI അനുകൂല നിലപാടിലായിരുന്നെങ്കിലും പ്രസിഡന്റ് സ്ഥാനമുള്ളതിനാൽ CPM അംഗത്വം ഉപേക്ഷിച്ചിരുന്നില്ല. രാജേന്ദ്രകുമാറിന് കുറേ കാലമായി BJPയുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നും CPMുമായി ബന്ധമില്ലെന്നുമാണ് സലീംകുമാർ ആരോപിക്കുന്നത്. പാർട്ടി ലെവി നൽകുന്നില്ല. രാജേന്ദ്രകുമാർ ജയിച്ച 13ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. 22 വോട്ടിനാണ് രാജേന്ദ്രകുമാർ കഴിഞ്ഞ തവണ ജയിച്ചത്. പാർട്ടി ശക്തി കേന്ദ്രമായ ഇവിടെ 250 വോട്ടിൻ്റെയെങ്കിലും ഭൂരിപക്ഷം കിട്ടേണ്ടതാണെന്നും പാർട്ടിയിലെ വിഭാഗീയത കാരണമാണ് ഭൂരിപക്ഷം കുറഞ്ഞതെന്നുമാണ് രാജേന്ദ്രകുമാർ പറയുന്നത്. എന്തായാലും ആലപ്പുഴയിലെ വിഭാഗീയതയ്ക്ക് ഒരു തെളിവ് കൂടിയാണ് ഈ രാമങ്കരി പഞ്ചായത്ത്.